കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇവാൻ വുക്കോമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അത് എത്രത്തോളം മണ്ടത്തരമായെന്ന് എനിക്ക് ഈ ഒരു സീസൺ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വില എന്താണെന്ന് ഈ ഒരു സീസൺ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം ടീമിനെ വെച്ച് നടത്തിയൊരു പ്രകടനം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതിനേക്കാട്ടി മികച്ചൊരു ടീമിനെയാണ് ഇപ്പോൾ മിഗാൽ സ്റ്റാറയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ടീമിനെ വെച്ചുകൊണ്ട് മിഗാൽ സ്റ്റാറയ്ക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എസ് യു സിമൻസ് അദ്ദേഹം ഐഎസ്എല്ലിൽ വന്നത് വെച്ച് ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ്. നോവാസദോയ്, അഡ്രിയാനോണ്. ഈ ഒരു 3 കോംബോ എന്ന് പറയുമ്പോൾ ചില്ലറ കോംബോയൊന്നുമല്ല. പിന്നെ അലക്സാണ്ടർ കൊയ്ഫ്, മിലോസ് ട്രിഞ്ചിച്ച്, ഇവർ വളരെ ചെറിയൊരു ഡിഫൻഡറൊന്നുമല്ല. മിലോസ് ട്രിഞ്ചിച്ച് മോണ്ടനീഗ്രൻ യൂറോപ്യൻ ടീമിൻ്റെ അണ്ടർ-23 ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അതുപോലെ തന്നെ അലക്സാണ്ടർ കൊയ്ഫ് ലീഗ് 2 എന്ന് വരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള നല്ല സ്റ്റാർട്ടുള്ള ഒരു പ്ലെയറാണ്. പിന്നെ ക്വാമി പെപ്പറ ഒരു യൂട്ടിലിറ്റി പ്ലെയറാണ്. ഇപ്പോൾ നമുക്ക് ഡിഫൻസീവ്ലി അദ്ദേഹത്തെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു സ്ട്രൈക്കറാന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, അദ്ദേഹത്തെ വേണമെങ്കിൽ ഡിഫൻസീവ്ലി ഉപയോഗിക്കാം. ഒരു സൂപ്പർ സബാണ്, എല്ലാമാണ്. സോ ഇത്രയും മികച്ച താരങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട് എന്ന് തന്നെ പറയണം. പിന്നെ ഐമൻ, അസർ, ബിബിൻ, ഫ്രെഡി തുടങ്ങിയ മികച്ച താരങ്ങൾ എല്ലാവരും ഉണ്ട്. എന്നിട്ട് പോലും ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ മിഗാൽ സ്റ്റാറയ്ക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇവിടെയാണ് വുക്കോമനോവിച്ചിൻ്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വുക്കോമനോവിച്ച് മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാതിരുന്നത് വലിയൊരു ഭാഗ്യമെന്ന് തന്നെ പറയണം. കാരണം വേണമെങ്കിൽ മിഗാൽ സ്റ്റാർ ഈ ഒരു 2 മാച്ചിലൂടെ മോശം പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവാൻ വുക്കോമനോവിച്ചിനെ കൊണ്ടുവരാം എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഇപ്പോൾ ഫ്രീ ഏജൻറ്റാണ്. അങ്ങനെയുള്ള ചരിത്രമുണ്ട്. ഹെബ്ബാസിനെ പറഞ്ഞു വിട്ട് ആ ഒരു വർഷം, അതായത് വർഷം യുവാൻ ഫെറോൻ്റെ മോശം പെർഫോമൻസ്, പിന്നെ ഹെബ്ബാസ് തിരിച്ചു വരുന്നു. ഹോസെ മോളിനെ അവർ നേരത്തെ പരിശീലിപ്പിച്ച പരിശീലകനാണ്. സോ പരിശീലകന്മാർ മാറി വന്ന് നേരത്തെ പരിശീലിപ്പിച്ച പരിശീലകന്മാർ വന്ന് ടീമിനെ വിജയിപ്പിക്കുന്ന ചരിത്രമുണ്ട്. പക്ഷേ കരോലിസ് കിൻഗിസാണ്, അദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യാറില്ല പലപ്പോഴുമായിട്ട്. സോ എന്തായാലും നമ്മൾ വിചാരിക്കുന്നത് ഫാൻസിനെ കേൾക്കുന്ന വ്യക്തികൾ വേണം. കാരണം ഈസ്റ്റ് ബംഗാൾ അവർ തന്നെ പറയുകയാണ് ബംഗ്ലാദേശിൻ്റെ കോച്ചിനെ കൊണ്ടുവരാൻ. അപ്പോൾ ഉടനെ ഈസ്റ്റ് ബംഗാൾ ആ ഒരു ബംഗ്ലാദേശിൻ്റെ കോച്ചിനെ തന്നെയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പറയുന്ന പക്ഷേ നമ്മുടെ മാനേജ്മെൻറ്റ് കേൾക്കില്ല. നമ്മൾ ഇത്ര അണ്ണാക്കുന്നു, ബഹളം വെക്കുന്നു, അവർ പക്ഷേ ഒരു കാര്യം നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, റോബ്സനെ കൊണ്ടുവരാൻ പറഞ്ഞു, ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കേൾക്കുന്നു. സോ അതൊക്കെയാണ് ഒരു മാനേജ്മെൻറ്റ് ഫാൻസിനോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവർ പറയുന്ന ആളുകളെ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ഇവാൻ വുക്കോമനോവിച്ചിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുമെന്ന് അറിയില്ല. ബട്ട്